യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റി ജോർജ്. കമ്മിങ് ഫ്രം ചങ്ങനാശ്ശേരി. എൻ്റെ അനുഭവ സാക്ഷ്യം ഞങ്ങൾ 29 സെപ്റ്റംബർ 2024 ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും ഞങ്ങൾക്കുണ്ടായിരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അനേക വർഷങ്ങളായിട്ട് എനിക്ക് ഫൈബ്രോയിഡിൻ്റെ പ്രശ്നവും സിസ്റ്റിൻ്റെ പ്രശ്നവും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന 24 സെപ്റ്റംബർ 2024 ഉടമ്പടി എടുക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതുപോലെ എല്ലാം അനുസരിക്കുകയും ഓൺ ദ വേയിൽ നവംബറിൽ എനിക്ക് കൺസെപ്ഷൻ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ജൂലൈ 17 എനിക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാകാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് ദൈവത്തിന് 1000 നന്ദി. എല്ലാ നേർച്ച വസ്തുക്കളും തൈലവും ഉപ്പ് എല്ലാം ഞങ്ങൾ എല്ലാ ദിവസവും വയറേ തൊട്ട് പ്രാർത്ഥിക്കുകയും ദൈവം അതിൻ്റെ പ്രകാരമായി അത്ഭുതകരമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. ദൈവത്തിന് 1000 നന്ദി. ഞങ്ങൾ വർഷങ്ങളായിട്ട് ആഫ്രിക്കയിലാണ്, പക്ഷേ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ലൂക്ക 1:25 മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ക്രിസ്റ്റി ജോർജ് എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിവാഹശേഷം 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച ദമ്പതികൾ ഏറെ പരിശ്രമങ്ങളും ചികിത്സകളുമൊക്കെ പരാജയപ്പെട്ട് ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധം ഏറെ സങ്കടങ്ങളിലൂടെ കടന്നുപോയ കുടുംബം. അങ്ങനെ കഴിഞ്ഞ വർഷം ജീവിത പങ്കാളി അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുത്ത് മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത ദിവസം മുതൽ ഉദരത്തിൽ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു മരുന്നോ ചികിത്സയോ ഒന്നും ചെയ്തില്ല. അമ്മയുടെ അരികിൽ പൂർണ്ണമായി ശരണപ്പെട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രീഡ് കൂടി ധ്യാനം കൂടി അമ്മ മാതാവ് ഈശോയിലൂടെ സഹായിക്കുമെന്നൊറ്റ പ്രത്യാശയിൽ ഞങ്ങൾ ആ ദിവസങ്ങൾ മുന്നോട്ട് പോയി. 60 ദിവസം എത്തും മുമ്പ് എൻ്റെ ഉദരത്തിൽ കുഞ്ഞുങ്ങളുണ്ട് എന്ന് മെഡിക്കലി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അത് ആ 10 വർഷത്തിന് ശേഷമുണ്ടായ കുഞ്ഞുങ്ങൾ. അത് ഗർഭാവസ്ഥയിലേറെ ക്ലേശമുണ്ടാകുമെന്ന് എല്ലാവരും കരുതി. ഒരു പ്രയാസവുമില്ലാതെ ശാന്തമായി ആ ഗർഭകാലം മുന്നോട്ട് പോവുകയും ആരോഗ്യമുള്ള 2 കുഞ്ഞുങ്ങളെ കുടുംബത്തിന് നൽകി അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കുകയും ചെയ്തു. സമയം എത്ര വൈകിയാലും കാലം എത്ര കടന്നുപോയാലും നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ പരിപാലിക്കുകയും പേര് ചൊല്ലി വിളിക്കുകയും നിന്റെ ജീവിതത്തെ ശുഭകരമാക്കുവാൻ അനുഗ്രഹമാക്കുവാൻ കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്യുമെന്ന് വചനത്തിൽ അരുളി ചെയ്തവൻ ഈ കുടുംബത്തിൽ ഈ മക്കൾക്ക് ഏറെ സാധ്യതയില്ലാതിരുന്ന കാലത്ത് പോലും ഒട്ടും പ്രതീക്ഷകളില്ലാതെ ജീവിതം തളർന്ന കാലത്ത് അമ്മയുടെ അരികിലെത്തി ഒന്നമ്മയെ വിളിച്ച് ജീവിതത്തെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് വിട്ടുകൊടുത്ത ദിവസങ്ങളിൽ തന്നെ ഇരട്ട കുട്ടികളെ നൽകി അനുഗ്രഹിച്ചതിനെയാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവിടത്തേക്ക് കാലവും ഒരു നിമിഷമാണ്, 1000 വർഷങ്ങൾ അവൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം പോലെ എന്ന വചനത്തിൽ നാം വായിക്കുന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിത വിഷയം എത്ര നാൾ പഴകിയതാവട്ടെ, എത്ര കണ്ട് പരാജയപ്പെട്ടതാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഹൃദയശുദ്ധിയോടെ ജീവിക്കുവാൻ തീരുമാനിച്ചാൽ ദൈവശക്തി നമ്മളിൽ പ്രവഹിക്കുന്നതും അനുഗ്രഹമായി അനുഭവിക്കുവാൻ സാധിക്കുന്നതും കാണാനാവും. അതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈ ഇരട്ടക്കുട്ടികളെ കയ്യിലെത്തിക്കൊണ്ട് ഈ കുടുംബം അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.